Hello guys, this is Open Throttle after a long gap. It's been a shitty couple of weeks for me. At the end of the week I am making a vlog finally. This vlog is a bit special. As you might have seen from the title, this is a Malayalam vlog. One of my friend motovloggers, Bullet Diaries, asked me to do a Malayalam vlog a few weeks back, and right now I said, okay, fine, that's a good idea. Let's do a Malayalam vlog. So this is a Malayalam vlog dedicated to all my friends, all my subscribers, all the motovloggers, and all you Malayali motovloggers. Tintin Menon, Bullet Diaries, God's Own Rider, Strel, Srihari, M2N, all of you guys, this is all dedicated for you. So the Malayalam vlog, let's start it. Namaskaram. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മോട്ടോവ്ലോഗേഴ്സിനും ഫ്രണ്ട്സിനും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് മലയാളം വ്ളോഗാണ്. യാപ്പതൊരു ചേട്ടാ, താങ്ക് യു. സോ ഈ വ്ളോഗിൽ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി നമ്മുടെ കോണ്ടന്റിൽ വരുന്ന ലൈക്സിനെയും ഡിസ്ലൈക്സിനെയും പറ്റിയിട്ടാണ്. നമ്മൾ ചിലവരൊക്കെ ഈ ലൈക്സും ഡിസ്ലൈക്കും കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിന് വിഷമം വരും. ചിലപ്പോൾ ലൈക്ക് ഒരു 5-6 ലൈക്ക് ആൾക്കാർ ലൈക്ക് അടിച്ചാലും 1-2 ഡിസ്ലൈക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിന് വിഷമം വരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ, ഈ ലൈക്സും ഡിസ്ലൈക്സും അല്ല നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. നമ്മുടെ വ്ളോഗിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, ഒരു 50 ആൾക്കാർ ലൈക്ക് അടിച്ചിട്ട് ഒരു 4 ആൾക്കാർ ഡിസ്ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ബോധർ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. കാര്യം 50 ആൾക്കാർക്ക് ഇഷ്ടമായി, 2 ആൾക്കാർക്ക് ഇഷ്ടമായില്ല. ആ 2 ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വ്ളോഗ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മെജോറിറ്റി സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്ന പോലെയല്ലേ ചെയ്യേണ്ടത്. മെജോറിറ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സിന് എന്താണെന്ന് വെച്ചെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഒരു വ്ളോഗിൽ ഇപ്പോൾ ഒരു 30 ലൈക്ക് വരുന്നുണ്ട്, ഓക്കെ, 2 ഡിസ്ലൈക്കും വരുന്നുണ്ട്. നമ്മൾ ആ 2 ഡിസ്ലൈക്ക് എന്തിനാ ആൾക്കാർ അടിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം 30 ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു നമ്മൾ ചെയ്ത വീഡിയോ. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നെഗറ്റീവ് കാര്യം വിട്ടേക്ക്. ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ എപ്പോഴാണ് നെഗറ്റീവിൻ്റെ ഇത് കൺസിഡർ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നമ്മുടെ ലൈക്കിനേക്കാളും കൂടുതൽ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ഇതുവരെയ്ക്കും വന്നതിൽ എൻ്റെ ഒരു വ്ളോഗിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് വന്നിരിക്കുന്നത്. എൻ്റെ 2017 KTM 390 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ അടുത്തിട്ടതാണ്, അറൗണ്ട് ഒരു 1000 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് വന്നിരിക്കുന്നത്, ലൈക്കിനേക്കാളും കൂടുതൽ. അപ്പോൾ ഐ മേഡ് എ മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊന്നും എനിക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ള എല്ലാ വീഡിയോയിലും, ചില വീഡിയോയിൽ എൻ്റെ 40 ലൈക്ക് വരെയും വന്നിട്ടുണ്ട്. 40 ലൈക്കും ഒരു 5-6 ഡിസ്ലൈക്കും ഉണ്ടാവും. ഞാൻ ആ ഡിസ്ലൈക്സ് എന്തിനാണ് ചെയ്തതെന്ന് ഞാൻ ബോധറിയുണ്ടോ? ഇല്ല. അതന്നെ ഞാനും പറയുന്നത്, എങ്കിലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, നമ്മൾ മെജോറിറ്റീനെ നമ്മൾ നോക്കിയിട്ട് മാത്രം നമ്മുടെ വ്ളോഗ്സ് ഓൾട്ടർ ചെയ്താൽ മതി. മെജോറിറ്റി ആർക്കാണ് ലൈക്സ് ഡിസ്ലൈക്സും, ആർക്കാണ്, ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ ലൈക്കാണ് കൂടുതൽ അതോ ഡിസ്ലൈക്കാണ് കൂടുതൽ, അത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ വ്ളോഗിന് ലൈക്ക് കൂടുതലാണെങ്കിൽ എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു. ഡിസ്ലൈക്കാണ് കൂടുതൽ വെച്ചെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ എന്തോ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനത് റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയിട്ട്. അതുമാത്രമല്ല, സ്റ്റേ പോസിറ്റീവ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ചിലവരൊക്കെ ഇപ്പോൾ
എനിക്ക് 2 ലൈക്ക് വന്നു, പക്ഷെ 2 ഡിസ്ലൈക്ക് വന്നു. 4 ലൈക്ക് ഉണ്ടായിട്ട് 2 ഡിസ്ലൈക്ക് വന്നല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. ഡോണ്ട്, എന്തിനാ ചുമ്മാ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ അവരുടെ അഭിപ്രായം പറയണം, നമ്മളത് ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. യൂട്യൂബ് ഒരു പബ്ലിക് ഫോറമാണ്, അവിടെ ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അതായത് ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്. ചിലപ്പോൾ വെറുതെ ജോലിയും കൂലിയില്ലാത്തവന് വെറുതെ ഇരുന്നിട്ട് ഡിസ്ലൈക്ക് അടിക്കുന്നതായിരിക്കും. അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ചിലവരുണ്ട് വെറുതെ ഇരുന്നിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഡിസ്ലൈക്ക് അടിച്ചിട്ടിരിക്കണവർ. അങ്ങനത്തെ ഓരോ ഡിസ്ലൈക്ക് അടിച്ച് വെച്ചെങ്കിലോ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർനെറ്റ് ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഇംഗ്ലീഷിൽ. ഇപ്പം മലയാളം മനസ്സിലാവാത്തവർ go watch that, internet haters, one of my old videos, go watch that. സോ അതാണിപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, 2 ആൾക്കാരുടെ കാര്യം നോക്കിയിട്ട് നമ്മുടെ വ്ളോഗ് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനെൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. So I'm gonna end my vlog here. Hope everybody liked my vlog. If you like my Malayalam vlog, please leave a thumbs up. So do leave a comment below if you like this video. Subscribe to my channel for more videos, vlogs. Again, thank you for watching, guys. And as always, ride fast, ride safe. Take care, guys. Bye bye.